നമസ്തേ. തീവ്രവാദിയാക്കിയത് ആരാണ് നിങ്ങൾക്കറിയാമോ? കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലുള്ള NSS ഹൈസ്കൂൾ 1985 ദേശീയ പ്രാധാന്യം നേടിയിരുന്നു. ദേശീയഗാനം പാടാൻ നിർബന്ധിക്കരുത് എന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ച കാര്യം. മതസ്വാതന്ത്ര്യവും ദേശീയഗാനവും തമ്മിലുള്ള കേസ്. ജസ്റ്റിസ് O ചിന്നപ്പറെഡ്ഡി, ബിജോയ് ഇമാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 1986 ആ കേസ് 40 വർഷം കഴിഞ്ഞു. ആദ്യം ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുൻപ് ദേശീയഗാനം എന്തിന് ആലപിക്കണമെന്ന് നോക്കാം. ദേശീയഗാനം ഒരു പാട്ട് മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ ഐഡന്റിറ്റിയും വികാരവുമാണ്. നമ്മളത് ആലപിക്കുന്നതിന് പിന്നിൽ ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ പോലെ ഭാഷയും ദേശവും ഭക്ഷണവും സംസ്കാരവും വ്യത്യസ്തമായ 140 കോടി ജനങ്ങളുള്ള നാട്ടിൽ ദേശീയഗാനം എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തുന്നു. 52 സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ മലയാളി, തമിഴൻ, പഞ്ചാബി എന്നതെല്ലാം മറന്ന് ഇന്ത്യക്കാരാകുന്നു. 2, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. രവീന്ദ്രനാഥ് ടാഗോർ 1911 എഴുതിയ ജനഗണമന ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ദേശീയബോധം ഉണർത്തിയ ഗാനമാണ്. അത് ആലപിക്കുമ്പോൾ ഭഗത് സിംഗ് മുതൽ ഗാന്ധിജി വരെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം നമ്മൾ ഓർക്കുന്നു. 3, ഭരണഘടനാപരമായ കടമ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും ബഹുമാനിക്കേണ്ടത് ഓരോ പൗരന്റെയും മൗലിക കടമയാണ്. ഇത് നിയമപരമായി നിർബന്ധമല്ലെങ്കിലും രാജ്യത്തോടുള്ള ആദരവിന്റെ ഭാഗമാണ്. 4, മൂല്യങ്ങൾ ഉറപ്പിക്കൽ. ജനഗണമനയിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി, വൈവിധ്യം, ജനങ്ങളുടെ കൂട്ടായ ശക്തി എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ഥിരമായി ആലപിക്കുമ്പോൾ ബഹുസ്വരത, സഹിഷ്ണുത, ഐക്യം തുടങ്ങിയ മൂല്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെടും. 5, അന്താരാഷ്ട്ര വേദികളിൽ അഭിമാനം. ഒളിമ്പിക്സോ ക്രിക്കറ്റ് ലോകകപ്പോ ഇന്ത്യ ജയിക്കുമ്പോൾ ദേശീയഗാനം മുഴക്കുന്നത് കണ്ടിട്ടില്ലേ? ആ നിമിഷം ലോകം മുഴുവൻ നമ്മുടെ രാജ്യത്തെ ശ്രദ്ധിക്കുന്നു. അത് നമുക്ക് അഭിമാനവും പ്രചോദനവും നൽകുന്നു. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിക്കണം. കാരണം അതൊരു വ്യക്തിയുടെയോ പാർട്ടിയുടെയോ അല്ല, 140 കോടി ജനങ്ങളുടെ കൂട്ടായ ശബ്ദമാണ്. 1985 കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലുള്ള NSS ഹൈസ്കൂൾ സ്കൂൾ അസംബ്ലിയിൽ ദേശീയഗാന ആലാപനം നടക്കുമ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ബിജോയ് ഇമാനുവൽ, ബിനു, ബിന്ദു എന്നിവർ ദേശീയഗാനം പാടിയില്ല. ഈ 3 കുട്ടികളും സഹോദരങ്ങളായിരുന്നു. രക്ഷിതാവിനെ സ്കൂളിൽ വിളിപ്പിച്ചു. ഇവർ യഹോവയുടെ സാക്ഷികൾ എന്ന മതവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും ദേശീയഗാനം പാടുന്നത് അവരുടെ മതവിശ്വാസത്തിന് എതിരാണെന്നും രക്ഷിതാവ് പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരന്റെ നിർദ്ദേശപ്രകാരം ഒരു MLA വരെ വന്ന് സംസാരിച്ചു. പലരും ഇവരോട് ഭാരതത്തിന്റെ ദേശീയഗാനം പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മതവിശ്വാസത്തിന്റെ പേരിൽ കുട്ടികൾ പാടാൻ തയ്യാറായില്ല. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ അധികൃതർ ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഈ വിഷയം യഹോവയുടെ സാക്ഷികൾ എന്ന മതസംഘടന ഏറ്റെടുത്ത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ജസ്റ്റിസ് O ചിന്നപ്പറെഡ്ഡിയും ജസ്റ്റിസ് MM ദത്തും അടങ്ങിയ ബെഞ്ച് കേസ് പരിഗണിച്ചു. അതിനു മുൻപ് ഇവർ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ PA ആയ ഒരു മലയാളിയുമായി ബന്ധപ്പെട്ടു. ഈ ജസ്റ്റിസ് ചിന്നപ്പറെഡ്ഡി തീവ്ര ക്രിസ്ത്യാനിയായിരുന്നു. കൂടാതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തീവ്ര ചിന്താഗതിക്കാരനും കൂടിയായിരുന്നു. 1986 ഓഗസ്റ്റ് 11 സുപ്രീം കോടതി വിധി വന്നു. നമ്മുടെ പാരമ്പര്യം സഹിഷ്ണുത പഠിപ്പിക്കുന്നു. നമ്മുടെ തത്വചിന്ത സഹിഷ്ണുത പ്രസംഗിക്കുന്നു. നമ്മുടെ ഭരണഘടന സഹിഷ്ണുത പ്രാവർത്തികമാക്കുന്നു. നമുക്കിതിനെ ദുർബലപ്പെടുത്താതിരിക്കാം. കോടതി പറഞ്ഞത് ദേശീയഗാനം പാടാൻ ആരെയും നിർബന്ധിക്കരുത്. ഒരാൾ പാടാതിരിക്കുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ അത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. കുട്ടികളെ തിരികെ സ്കൂളിൽ പ്രവേശിപ്പിക്കണം. ശ്രദ്ധിക്കുക, കുട്ടികൾ ദേശീയഗാനം വരുമ്പോൾ എഴുന്നേറ്റ് പോലും നിൽക്കുകയോ ആദരവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് കൂടി ഓർക്കണം. അതാണ് കേസിന്റെ കാതൽ. പോകല്ലേ, ഇനിയാണ് ട്വിസ്റ്റ്. ന്യൂട്ടന്റെ 3ാം ചലന നിയമം. ഈ ദേശീയഗാനത്തെ ആദരിക്കേണ്ട എന്ന് പറയുന്ന മതവിശ്വാസികൾക്ക് പരസ്പര സ്നേഹം ഉണ്ടാകുമോ? 2023 ഒക്ടോബർ 29 രാവിലെ 9:40 കളമശ്ശേരിയിൽ സംറ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ യഹോവയുടെ സാക്ഷികളുടെ പ്രാദേശിക സമ്മേളനം. ബോംബ് സ്ഫോടനം, അതും പ്രാർത്ഥന യോഗത്തിനിടെ. പ്രതി ഡൊമിനിക് മാർട്ടിൻ, യഹോവയുടെ സാക്ഷിയുടെ മുൻ അനുയായി. 8 പേർ മരിച്ചു, 50-ലധികം പേർക്ക് പരിക്കേറ്റു. ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചുള്ള ബോംബിംഗ്. ജവാൻ ചോര കൊണ്ട് വരച്ച വരമ്പാണ് ഈ സ്വാതന്ത്ര്യം. അതിനെ കാക്കാൻ തോളോട് തോൾ ചേരാതെ ഗാനം കേട്ടാൽ പാപമാണെന്ന് പറയുന്നവർക്ക്
ചൂട്ടുപിടിക്കാൻ ആളുണ്ട്, പക്ഷെ ഓർമ്മ വേണം, വിതച്ചത് കൊയ്യും. ജയ് ഹിന്ദ്, വന്ദേ മാതരം.